കൊച്ചജനന്മാരെ, സ്നേഹം കൊണ്ട് ലോകം കീഴടക്കാൻ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിൽ സ്നേഹത്തിന്റെ സ്നേഹാധാരമായ സംഗമം അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. സ്നേഹത്തിന്റെ അത്ഭുതകരമായ മാസ്മരികം സമൂഹത്തെ എങ്ങടയിലെക്കാമെന്ന് കാണിച്ചു തന്നിട്ടുണ്ടോ? അല്ലറ ചില്ലറ വാഗ്ദാനം രക്തരൂക്ഷണ പോരാട്ടങ്ങളിലെത്തി നിസ്സാര പ്രശ്നങ്ങൾ പേരിൽ നീണ്ട പതിറ്റാണ്ടുകൾ യുദ്ധം നയിച്ചിരുന്ന കയ്യോക്കുള്ള കാര്യക്കാരൻ എന്ന അവസ്ഥയിൽ ദുർബല വിഭാഗങ്ങൾ പീഡിപ്പിക്കപ്പെട്ടിരുന്ന ജനതയിൽ തിരുനാളശ്ശേരി ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്നേഹത്തിന്റെയും കാര്യത്തിന്റെയും മാതൃകയാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, ക്രൂരമനസ്കനും പരുഷ പ്രകൃതനാവുകയില്ല, ക്രൂരി മനുഷ്യൻ എപ്പോഴും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ? എന്റെ ആത്മാവേ നീ നിയന്ത്രിക്കുക, അല്ലാഹു തന്നെ സത്യമെന്ന് നീ നിയന്ത്രിക്കുക, അല്ലാഹു ഒരുവനാണെന്ന് നീ നിയന്ത്രിക്കുക, അല്ലാഹു ഒരുവനാണ്, അല്ലാഹു ഏകനാണെന്ന് നീ നിയന്ത്രിക്കുക. എന്തെങ്കിലും സ്വർഗം ലഭിക്കുകയാണ്. അതിനു വേണ്ടി ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം. സലാം അധികരിപ്പിക്കുക, സലാമിനെ അധികരിപ്പിക്കുക. ചെറിയവര് വലിയവരെ കണ്ടാൽ സലാം പറയുക, വീട്ടിലും നാട്ടിലും എവിടെങ്കിലും കണ്ടാൽ സലാം പറയുക. അറിവുണ്ടെങ്കിലും അറിവില്ലെങ്കിലും സലാം പറയുക. ഭാര്യ ഭർത്താക്കൻ ജ്യേഷ്ഠാനുജന്മാരോട് സലാം പറയുക. ആരെ കണ്ടാലും സലാം പറയുക. ഇതാണ് സ്നേഹത്തിന്റെ വിത്തുവാഴ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈ ഇങ്ങനെ മുറുകി പിടിച്ച് പറയുകയാണ്, ഇതാണ് സ്നേഹത്തിന്റെ വിത്തുവാണ്. പിന്നൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം. ഖുലിൽ ഹഖ്ഖ വഇൻ കാന, എത്ര കൈപ്പയായാലും സത്യമേ പറയുക, എത്ര കൈപ്പയായാലും സത്യമേ പറയുക. ഏതാവൊരു സമ്പർക്കം വന്നപ്പോ കലവ് പറയരുത്, നീ ഒരിക്കലും കലവ് പറയരുത്, നീ സത്യമേ പറയുക. ഇവിടെ വിജയിച്ചിട്ടില്ലെങ്കിൽ പരലോകത്തിൽ വിജയിക്കുകയാണ്. ഞാനവരെ ഖേദകരം പറയട്ടെ, സുബ്ഹാനല്ലാഹ്. ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് കാട്ടുനബികൾ ഒരു സലാമും ഇല്ലാതെ, ഒരു സത്യമില്ല, എന്തുമില്ലാതെ ആരെ അടിച്ചു കളിച്ചിരുന്ന അവസ്ഥയിലാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത്. ഇത്തരം പറഞ്ഞ് എന്റെ വാക്ക് നിർത്തുകയാണ്. ഇതോടുകൂടെ സീനിയർ വിഭാഗത്തിൽ മലയാള സ്പീച്ച് ടീം ഇനി